ലഹരിക്കെതിരെ ജനകീയ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല വാഹന പ്രചരണ ബോധവൽക്കരണ യാത്ര നാളെ നടക്കും. ആലുവയിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് മൂവാറ്റുപുഴയിൽ സമാപിക്കും. ലഹരിയെ തുടച്ചു നീക്കാനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചു നടപ്പിലാക്കി വരുന്ന തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയുമായി ജനകീയ സംരക്ഷണ സമിതി. ലഹരിക്കെതിരെ ജനകീയ സംരക്ഷണ സമിതി നടത്തുന്ന ബോധവൽക്കരണ വാഹന റാലി നാളെ എറണാകുളം ജില്ലയിൽ പര്യടനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുക്ത സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു പ്രചരണ ജാഥ നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതൊരു ലക്ഷ്യമാണ്. ജാഥ മാത്രമല്ല, ബോധവൽക്കരണം നടത്താനായിട്ട് പാടെ മദ്യം നിരോധിക്കണമെന്നോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. കാരണം എല്ലാ രാജ്യങ്ങളിലും വരുമാനം ഉള്ള നികുതിയാണ് വരുമാനം. അപ്പം അതുകൊണ്ട് ബോധവൽക്കരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മദ്യത്തിൻ്റെ വിപത്തുകൾ, അത് ഉപയോഗിച്ചാൽ വരുന്ന ദോഷവശങ്ങളെക്കുറിച്ച് വ്യക്തിക്കും സമൂഹത്തിനും ഒക്കെ കുടുംബങ്ങൾക്കുമൊക്കെ വരുന്ന ദോഷങ്ങളെക്കുറിച്ച് ചെറുപ്പക്കാരെ ബോധവൽക്കരിക്കും. ഇത് നമുക്കറിയാം, പല കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ ഒരു ലഹരി ഉണ്ടാകുമെന്നുള്ളത് പത്രക്കാരായ നിങ്ങളോട് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. സമൂഹത്തോട് എനിക്കതാണ് പറയാനുള്ളത്. ലഹരി ഒരു മുക്ത കേരളം ഉണ്ടായാൽ തന്നെ പോലീസിൻ്റെ പണി കുറയും. പിന്നെ ഇല്ലേ, വളരെ വളരെ സമാധാനപരമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ലഹരി മുക്ത കേരളം ഞങ്ങളുടെ വലിയ ലക്ഷ്യമാണ്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഇതിന് ബഹുഭൂരിപക്ഷം, എല്ലാവരെയും 100% ഞാൻ പറയുന്നില്ല, എനിക്ക് പരിചയമുള്ളതിൽ പലരും എന്തെങ്കിലുമൊക്കെ ലഹരിക്ക് അടിമയാണ്. അത് നേരിട്ട് എനിക്ക് പരിചയമുണ്ട്. ജനകീയ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് TK സജിത നയിക്കുന്ന ജാഥയിൽ സംഘടനയുടെ വിവിധ മേഖലകളിലുള്ളവർ പങ്കാളികളാകും. ആലുവയിൽ നിന്നും ആരംഭിച്ച് പെരുമ്പാവൂർ, കോതമംഗലം, കോലഞ്ചേരി തുടങ്ങി ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി വൈകുന്നേരം മൂവാറ്റുപുഴയിലാണ് ജാഥ സമാപിക്കുന്നത്. ജില്ലയുടെ 10 കേന്ദ്രങ്ങളിൽ പര്യടനം നടത്താനാണ് സംരക്ഷണ സമിതി ഉദ്ദേശിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ കറങ്ങി പെരുമ്പാവൂർ, കോലഞ്ചേരി, മൂവാറ്റുപുഴ, അങ്ങനെ മൂവാറ്റുപുഴയുടെ വിവിധ ഭാഗങ്ങളിലും ഞങ്ങളൊരു ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തുന്നുണ്ട്. എക്സൈസും പോലീസ് വകുപ്പും ചേർന്ന് നടത്തുന്ന ഓപ്പറേഷൻ തുഫാൻ എന്ന പദ്ധതിയെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ 14 ജില്ലയിലും ഞങ്ങൾ പോലീസിനെയും എക്സൈസ് വകുപ്പിനെയും ഈ ലഹരി വിരുദ്ധ മാഫിയക്കെതിരെ ഞങ്ങൾ ശക്തമായി പോലീസിൻ്റെ കൂടെ, പോലീസ് ചെയ്യുന്ന ഈ നല്ല പുണ്യപ്രവൃത്തിക്ക് വേണ്ടി പോലീസിന് കൂടെ ഞങ്ങൾ എന്നും ഉണ്ടാവുമെന്ന്. മൂവാറ്റുപുഴയിൽ നടക്കുന്ന സമാപന സമ്മേളനം പൊതുപ്രവർത്തകനായ സുരേഷ് കടത്തോടത്ത് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജനകീയ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് TK സജിത, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഫാദർ ജോർജ് മാത്യു, സണ്ണി മാത്യു, അയ്യപ്പൻ പള്ളിപ്പാട്ട്, സംസ്ഥാന സെക്രട്ടറി സനീഷ് തങ്കപ്പൻ എന്നിവർ പങ്കെടുത്തു.